ബംഗളൂരു വിമാനത്താവളത്തിൽ മുസ്ലിം മതവിശ്വാസികൾ പരസ്യമായി നിസ്കരിച്ചത് വിവാദത്തിൽ. സംഭവത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി ബിജെപി. അതീവ സുരക്ഷാ മേഖലയിൽ പ്രാർത്ഥിക്കാൻ ആരാണ് അനുമതി നൽകിയതെന്ന് പാർട്ടി വക്താവ് വിജയ് പ്രസാദ് ചോദിച്ചു. വിമാനത്താവളത്തിന്റെ 2ാം ടെർമിനലിലാണ് സംഭവം. പ്രത്യേക പ്രാർത്ഥനാ മുറി ഉണ്ടായിട്ടും പരസ്യമായി നിസ്കരിച്ചതിൽ സാമൂഹിക മാധ്യമങ്ങളിലും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അജയ് തന്നെ നൽകും വിവരങ്ങൾ. അജയ്, അതീവ സുരക്ഷാ മേഖലയാണ്. പിന്നെ എങ്ങനെയാണ് ഈ സുരക്ഷാ വീഴ്ച ഉണ്ടായത്? എന്താണ് പ്രതിപക്ഷം പറയുന്നത്? വിഷയത്തിൽ കർണാടക സർക്കാരിനെതിരെ വലിയൊരു രാഷ്ട്രീയ വിമർശനം അത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള BJPയും വിഷയത്തിലൊരു വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിൽ കർണാടക സർക്കാർ ഇത്ര വലിയൊരു വിമർശനം നേരിടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അത് RSSന് ഇപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുൻപ് അവർ സംസ്ഥാനത്ത് നടത്താൻ ഉദ്ദേശിച്ചിരുന്ന റാലികൾക്കും പദയാത്രകൾ അതുപോലെ തന്നെ സമ്മേളനങ്ങൾ ഇവയ്ക്കുൾപ്പെടെ സർക്കാർ വലിയൊരു നിരോധനം ഏർപ്പെടുത്തുന്ന നടപടി ഉണ്ടായിരുന്നു. ഇവയ്ക്കൊന്നും അനുമതി നൽകാതിരുന്ന് ഇവരെ വട്ടം കറക്കുന്ന ഒരു രീതി ഉൾപ്പെടെ സർക്കാർ സ്വീകരിച്ചു. അതിനുശേഷം ഹൈക്കോടതിയിൽ ഉൾപ്പെടെ പോയിട്ടാണ് ഈ പാർട്ടി പരിപാടി, ഈ RSSന്റെ പരിപാടികൾക്ക് വേണ്ടിയിട്ട് ഇവർ അനുമതി തേടിയത്. അപ്പോൾ ഇതിനു മുൻപേ ഈ ഒരു സംഘടനയ്ക്കെതിരെ, RSSനെതിരെ ഇത്ര നിലപാട് സ്വീകരിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ ഈ വിഷയത്തിൽ സർക്കാരിനെ കൂടുതൽ കുഴപ്പത്തിലാക്കിയത്. കാര്യം എയർപോർട്ട് പോലൊരു സുരക്ഷാ മേഖലയിൽ ഈ വിശ്വാസികൾ നിസ്കരിച്ചു. അതും കൃത്യമായിട്ട് ഇവർക്ക് പ്രത്യേകം പ്രാർത്ഥനാ മുറി വരെ നൽകിയിട്ടുണ്ട്. കൃത്യമായി നിസ്കരിക്കാനും അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനും വേണ്ടി എയർപോർട്ടിൽ പ്രത്യേക പ്രാർത്ഥനാ മുറിയുണ്ട്. പ്രാർത്ഥനാ മുറി നിലനിൽക്കെയാണ് ഇത്തരത്തിൽ പരസ്യമായി ഇവർ നിസ്കരിക്കുന്നത്. അപ്പോൾ ഈ നിസ്കരിച്ച സംഭവത്തിൽ സർക്കാരിന് ഇത്രയധികം ഒരു കുഴപ്പത്തിലാകാൻ കാരണം അവർ സ്വീകരിച്ച മുൻ നിലപാടാണ്. തീർച്ചയായിട്ടും സുരക്ഷാ മേഖലയിൽ നിസ്കരിക്കുക എന്ന് പറയുന്നത് അതവിടെ ഒരു സുരക്ഷാ വീഴ്ച നടന്നിട്ടുണ്ട്. എന്നാൽ ഇത്ര വലിയ രീതിയിൽ ഈ വിമർശനം പോകാനുള്ള കാരണം സർക്കാർ മുൻപ് സ്വീകരിച്ച അവരുടെ നിലപാട് തന്നെയാണ്, RSSനെതിരെ സ്വീകരിച്ച നിലപാട് തന്നെയാണ്. അപ്പോൾ BJP ഉൾപ്പെടെ വിഷയത്തിൽ ചോദിക്കുന്നത്, RSSനെതിരെ നിങ്ങൾ ഇത്ര കടുത്ത നിലപാട് സ്വീകരിച്ചതെങ്കിൽ ഇവർക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? ആരാണ് എയർപോർട്ട് പോലൊരു സുരക്ഷാ മേഖലയിൽ ഇത്രയധികം വിശ്വാസികളെ നിസ്കരിക്കാൻ അനുവദിച്ചത്? എന്തുകൊണ്ടാണിത് നടന്നത്? ആരാണ് അനുമതി കൊടുത്തത്? അനുമതി കൊടുത്തെങ്കിൽ അതിൻ്റെ കാരണം വിശദീകരിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സർക്കാരിനോട് BJP ചോദ്യമായിട്ട് ഉന്നയിക്കുന്നത്. അത്തരത്തിൽ വലിയ ചോദ്യങ്ങൾ സർക്കാർ നേരിടുന്ന പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ അജയ്? വിഷയത്തിൽ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും തന്നെ നിലവിൽ വന്നിട്ടില്ല. ഇപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിലുള്ള 2ാമത്തെ ടെർമിനലിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അവിടെ മക്കയിലേക്ക് തീർത്ഥയാത്രയ്ക്ക് പോയിരുന്ന ചില ആളുകളെ യാത്ര അയക്കാൻ വന്ന മുസ്ലിം മതവിശ്വാസികളാണ് അവിടെ പരസ്യമായി നിസ്കരിക്കുന്ന. ഇവർക്ക് യാത്രയയപ്പെന്നുള്ള രീതിയിൽ ആണ് ഇവർ നിസ്കരിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ യാത്രയയപ്പ്, ഈ തീർത്ഥയാത്രയ്ക്ക് മക്കയിലേക്ക് പോകുന്ന ആളുകളെ യാത്ര അയക്കുന്ന രീതിയിൽ നിസ്കരിച്ച ഒരു നടപടിയായതിനാൽ തന്നെ മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും പിന്നെ മറ്റ് ജീവനക്കാരാണെങ്കിലും തന്നെ അവർ തടയാതെ ഇത് നോക്കി നിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ സുരക്ഷാ മേഖലയിൽ നിസ്കരിക്കുക എന്ന് പറയുന്നത് അതൊരു വീഴ്ച അവിടെ തീർച്ചയായിട്ടും നടന്നിട്ടുണ്ട്. ഇവർക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകണമായിരുന്നു പ്രാർത്ഥനാ മുറിയിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം നിർദ്ദേശങ്ങൾ അവർക്ക് നൽകാത്തത് എന്ത്, അല്ലെങ്കിൽ എന്തിന് ഇത്തരമൊരു നടപടി അത് അംഗീകരിച്ചു കൊടുത്തു എന്നുള്ള ചോദ്യങ്ങളാണ് BJP ഉന്നയിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഇത്ര വലിയ രീതിയിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്രധാന കാരണം അത് RSSനെതിരെ സ്വീകരിച്ച നിലപാടാണ്. ഒരുപക്ഷെ അന്ന് അത്ര വലിയൊരു നിലപാട്, അത്ര കടുത്ത രീതിയിൽ RSS പരിപാടികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നിലപാടുകളിലേക്ക് സർക്കാർ പോയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇത്ര വലിയ വിമർശനം ഈ വിഷയത്തിൽ കേൾക്കേണ്ടി വരില്ലായിരുന്നു. എന്തായാലും വലിയ രീതിയിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലുള്ള വിമർശനമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ BJP വൃത്തങ്ങളിൽ നിന്നും വരുന്നത്. 2 ദിവസങ്ങൾക്ക് മുൻപാണ് ഈ വീഡിയോ ഇത്രയധികം വൈറലായത്. ശരി, അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്.